ഉഴവൂർ കുന്നുംപുറത്ത് എ.സി. ജോസഫിൻ്റെയും പ്രിയ പത്നി എലിയാമ്മ ജോസഫിൻ്റെയും 50-ാം വിവാഹ വാർഷിക ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. 50 വർഷങ്ങൾക്ക് മുൻപ് ഇവർ ഒത്തുചേർന്ന് ആരംഭിച്ച യാത്ര ഇന്ന് ഗോൾഡൻ ജൂബിലി എന്ന മഹത്തായ നാഴികക്കല്ല് ആഘോഷിക്കുമ്പോൾ ദൈവം നിങ്ങളെ ഇരട്ടി ആനന്ദത്തോടും സമാധാനത്തോടും കൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ആഘോഷത്തിൻ്റെ സുവർണ നിമിഷം ഒരു നല്ല ഓർമ്മയാക്കാനായി ഇവരുടെ ജീവിതയാത്രയെക്കുറിച്ചുള്ള ഒരു ചെറിയ അവതരണത്തിലൂടെ നമുക്കൊരുമിച്ച് സ്മരണകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്താം. 1975 പുതുവത്സരം പിറന്നിട്ട് അധികമായില്ല. കോട്ടയം ജില്ലയിലെ മനോഹരമായ ഉഴവൂർ എന്ന കൊച്ചു മലയോര ഗ്രാമത്തിലേക്ക് നമുക്ക് എത്തി നോക്കാം. സുമുഖനും അരോഗദൃഢഗാത്രനുമായ എ.സി. ജോസഫ് എന്ന യുവ പട്ടാളക്കാരൻ ഇൻഡോറിലെ MCH മോ എന്ന പട്ടാള ക്യാമ്പിൽ നിന്നും അവധിക്കായി തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മറ്റ് ബന്ധുമിത്രാദികളെയും കാണുവാനായി ഉഴവൂരിലെ കുന്നുംപുറത്ത് വീട്ടിലേക്ക് ഓടിയെത്തിയ ഒരു അവധിക്കാലം. ജോസഫിനെ കാത്ത് മാതാപിതാക്കളായ ചുമ്മാരും അന്നമ്മയും, ജ്യേഷ്ഠനായ കുട്ടപ്പനും കുടുംബവും, അനുജന്മാരായ തോമാച്ചനും സ്റ്റീഫനും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അമ്മച്ചി പറയുന്നത് ഈ അവധിക്ക് തന്നെ ജോസഫിൻ്റെ വിവാഹം നടത്തണമെന്ന്. ഇത് കേട്ടപ്പോൾ ജോസഫിൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ ശീതളത്വം നനുത്തു പടർന്നു. അടുത്ത അവസരം തങ്ങൾക്കാണല്ലോ എന്നോർത്തപ്പോൾ യുവകോമളന്മാരായ തോമാച്ചൻ്റെയും സ്റ്റീഫൻ്റെയും മനസ്സിൽ ആനന്ദത്താൽ ലഡു പൊട്ടി. അനുജന്മാരാകട്ടെ ഉഴവൂരിലെയും അടുത്ത പ്രദേശങ്ങളിലെയും യുവസുന്ദരിമാരുടെ മനസ്സുകൾ കീഴടക്കി തിമർത്താടിയിരുന്ന കാലമായിരുന്നു അത്. ഇതേ സമയം പേരൂർ പെരിങ്ങലത്ത് ഉതുപ്പ് മറിയാമ്മ മകൾ എലീശ എന്ന് വിളിക്കുന്ന എലിയമ്മ രാജസ്ഥാനിലെ പുരാതനമായ മഹാരാജ ഉമൈദ് സിംഗ് സ്ഥാപിച്ച ഉമൈദ് ഹോസ്പിറ്റലിൽ നിന്നും നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി അതേ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്തു വരവേ അവധിക്കായി തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളായ അന്നമ്മ, കുര്യൻ, തോമസ് എന്നിവരെയും മറ്റു ബന്ധുമിത്രാദികളെയും കാണുവാനായി നാട്ടിലെ പെരിങ്ങലത്ത് വീട്ടിൽ എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ ക്നാനായക്കാരുടെ സാമ്പ്രദായികമായ കല്യാണ ആലോചനകളുടെ ഭാഗമായി പേരൂരിലെ പെരിങ്ങലത്ത് വീട്ടിൽ എലീശായെ പെണ്ണ് കാണുവാനായി ജോസഫ് എത്തിച്ചേർന്നു. സത്യത്തിൽ അക്കാലത്തെ ഹിന്ദി സിനിമാ നടി ഷർമിള ടാഗോറിനെ പോലെ സുന്ദരിയായ, മുഖത്ത് മറുകുള്ള എലീശായെ കണ്ടപ്പോൾ ജോസഫിൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ തിരമാലകൾ ആഞ്ഞടിച്ചു. പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടമായെന്ന് അറിയിച്ചതിനെ തുടർന്ന് കാർന്നോമാരുടെ ആലോചനകളുടെ പര്യവസാനം പരമ്പരാഗത ക്നാനായ ആചാരങ്ങളായ മൈലാഞ്ചിടിയിലും ചന്തം ചാർത്തും നടത്തപ്പെട്ടു. അതൊരു 50 നോമ്പിൻ്റെ കാലമായിരുന്നു. കത്തോലിക്ക സഭ നിയമമനുസരിച്ച് ചുരുക്കം ചില പള്ളികളിൽ മാത്രമേ കല്യാണം നടത്തുവാൻ അനുവദിച്ചിരുന്നുള്ളൂ. ആയതിനാൽ കോട്ടയം രൂപതാമെത്രാൻ്റെ അനുവാദത്തോടെ 1975 ഫെബ്രുവരി 24 അതായത് കൊല്ലവർഷം 1150 കുംഭമാസം 12 തിങ്കളാഴ്ച മള്ളൂശ്ശേരി സെയിൻറ്റ് തോമസ് ക്നാനായ പള്ളിയിൽ വെച്ച് അടുത്ത ബന്ധുമിത്രാദികളുടെ സമീപത്തിൽ ജോസഫ് എലീശായെ മിന്നുകെട്ടി. ക്നാനായക്കാരുടെ വിവാഹശേഷമുള്ള പരമ്പരാഗതമായി നടത്തപ്പെട്ടിരുന്ന നടവിളി, നെല്ലും നീരും, വാഴ്വുപിടുത്തം, കച്ചതഴുകൽ, പാലും പഴവും കൊടുക്കൽ തുടങ്ങിയ ആചാരങ്ങൾ നടത്തപ്പെട്ടു. കോട്ടയം ടൗണിലുള്ള ബെസ്റ്റ് ഹോട്ടലിൽ വെച്ച് അതിഥികൾക്ക് വിരുന്നൊരുക്കപ്പെട്ടു. മധുവിധുവിനും ബന്ധുവീടുകളിൽ നൽകിയ വിരുന്നുകൾക്ക് അവസാനം നാട്ടിലെ അവധി പൂർത്തിയാക്കി ജോസഫ് ഇൻഡോറിലേക്കും എലീശ ജോധ്പൂരിലേക്കും യാത്ര തിരിച്ചു. തുടർന്നുള്ള അവരുടെ ദാമ്പത്യ ജീവിതം പ്രണയാർദ്രമായ കത്തുകളിലൂടെയും ജോസഫിൻ്റെ പട്ടാള അവധിക്കാലങ്ങളിലെ
ഒരുമിച്ചുള്ള ജീവിതത്തിലൂടെയും ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. ഈ ദമ്പതികളുടെ ജീവിതത്തിലേക്ക് അവരുടെ പ്രണയത്തിൻ്റെ മധുരം ഒരു പെൺകുഞ്ഞായി 1977 പൂവണിഞ്ഞു. അവൾക്ക് അവർ ഷാലു എന്ന പേര് നൽകി. തുടർന്ന് 1982 ഷാലറ്റ് എന്ന ഓമനപ്പേരിൽ ഷീജ എന്ന രണ്ടാമത്തെ പെൺതാരകം പിറന്നപ്പോൾ ഈ ദമ്പതികൾ ഒരുമിച്ചെഴുതിയ പ്രണയഗാഥ പൂർണ്ണത കൈവരിച്ചു. 1985 ഉത്തർപ്രദേശിലുള്ള മധുരയിൽ വെച്ച് പട്ടാളത്തിൽ നിന്നും റിട്ടയർമെൻ്റ് എടുത്ത ജോസഫ് എലീഷായോടും മക്കളോടുമൊപ്പം ജോധ്പൂരിൽ താമസമാക്കി. തുടർന്ന് ജോധ്പൂരിലെ ഉമൈദ് ഹോസ്പിറ്റലിൽ അക്കൗണ്ട്സ് വിഭാഗത്തിൽ ജോലി കരസ്ഥമാക്കുവാനും ജോസഫിന് കഴിഞ്ഞു. അതോടൊപ്പം സാവൽ ഭവൻ എന്ന ഒരു കൊച്ചു ഭവനം സ്വന്തമാക്കുവാനും അവർക്ക് കഴിഞ്ഞു. ജോസഫിൻ്റെ സഹോദരപുത്രൻ മുത്ത് എന്ന ഓമനപ്പേരുള്ള സ്മൃതിൻ 6 മാസം പ്രായമുള്ളപ്പോൾ ഇറ്റലിയിലെ റോമിൽ നിന്നും 1991 ജനുവരിയിൽ ഈ കുടുംബത്തിൻ്റെ ഓമനയായി ജോധ്പൂരിൽ എത്തിച്ചേർന്നു. തദ്ദേശീയരായ രാജസ്ഥാനി കുടുംബങ്ങളുമായും ജോധ്പൂരിലെ മറുനാടൻ മലയാളികളുമായും ഈ കുടുംബം ഉറ്റ ബന്ധം പുലർത്തിയിരുന്നു. ജോധ്പൂരിലെ സെൻറ്റ് തെരേസാസ് കാത്തലിക് ചർച്ചിലെ ഭാരതത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള വിശ്വാസികളായ ഇടവക അംഗങ്ങൾക്കും ഇവർ പ്രിയപ്പെട്ടവരായിരുന്നു. അക്കാലങ്ങളിൽ നാട്ടിൽ നിന്നും അമ്മച്ചിയും സഹോദരങ്ങളും സഹോദര മക്കളും മറ്റ് പല ബന്ധുമിത്രാദികളും സന്ദർശനത്തിനായും പഠനത്തിനായും ജോലിക്കായും മറ്റും ജോധ്പൂരിലെത്തുകയും സാവൽ ഭവനിൽ ഈ കുടുംബത്തോടൊപ്പം താമസിക്കുകയും ചെയ്തു പോന്നിരുന്നു. നാട്ടിൽ കുന്നുംപുറത്ത് അമ്മച്ചിയുടെ വാർദ്ധക്യ സഹജമായ അനാരോഗ്യത്തിൽ സഹായം ആവശ്യമായിരുന്നതിനാൽ റിട്ടയർമെൻറ്റിന് ശേഷം ജോസഫും എലിയാമ്മയും നാട്ടിലേക്ക് പോരുവാനായി തീരുമാനിച്ചു. അങ്ങനെ 2002 നാട്ടിൽ എത്തിച്ചേർന്നു. ഇതിനോടകം ഷാലു ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയിരുന്നു. ഷാലറ്റാകട്ടെ ജോലിക്കായി സഹോദരനായ സ്റ്റീഫൻ്റെ അടുത്ത് റോമിലേക്ക് പോയിരുന്നു. സ്മൃതിൻ നാട്ടിൽ സ്കൂൾ വിദ്യാഭ്യാസം തുടർന്നു. സ്മൃതിൻ്റെ കുഞ്ഞനുജത്തി അമ്മു എന്ന് വിളിക്കുന്ന സങ്കീർത്തന ഈ കുടുംബത്തിൻ്റെ ഭാഗമായി മാറി ഇവരോടൊപ്പം താമസമാക്കിയിരുന്നു. 2003 ഷാലു വിവാഹിതയായി. തുടർന്ന് ജോലിക്കായി ഭർത്താവുമൊപ്പം UK-യിൽ താമസമാക്കി. 2007 ഷാലറ്റും വിവാഹിതയായി. കുന്നുംപുറത്ത് തറവാടിനടുത്തായി സ്വന്തമായി സ്ഥലം വാങ്ങുകയും മനോഹരമായ ഒരു ഭവനം പണിതുയർത്തുകയും 2006 താമസമാക്കുകയും ചെയ്തു. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ ദമ്പതികൾ 5 കൊച്ചുമക്കളാൽ അനുഗ്രഹീതരാണ്. അവർ ജെനിഫർ, ജനാറ്റ്, ലയോൺ, നോയൽ ആൻഡ് സ്റ്റെഫൻ 5 പേരും ഇപ്പോൾ UK-യിൽ പഠിക്കുന്നു. 50 വർഷം. ഇതിൽ ഹാസ്യമുണ്ട്, സ്നേഹമുണ്ട്, ചില കഠിന സമയങ്ങളും ഉണ്ടാകും. പക്ഷേ അതിനെയെല്ലാം സ്നേഹത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ശക്തിയാൽ നിങ്ങൾ അതിജീവിച്ചു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ മാതൃകാപരമായ 50 വർഷത്തെ സ്നേഹപൂർണവും മനോഹരവുമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ മൈൽ സ്റ്റോൺ സ്ഥാപിച്ച ഈ ദമ്പതികൾക്ക് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നിറഞ്ഞ കയ്യടിയോടെ ആശംസകൾ അറിയിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട പപ്പായ്ക്കും മമ്മിക്കും, അപ്പച്ചനും അമ്മച്ചിക്കും, പപ്പാജിക്കും മമ്മിജിക്കും, ജോസച്ചാനും എലീഷ ആൻറ്റിക്കും, ജോസഫിനും എലിയാമ്മയ്ക്കും a happy wonderful 50th wedding anniversary.